അപ്പോൾ ഇന്നത്തെ കംപ്ലൈൻറ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. എപ്പോഴും ഡീസൽ വണ്ടിയാണെങ്കിലും പുക ഒരു വില്ലൻ തന്നെയല്ലേ. നമ്മളൊക്കെ കാര്യമായിട്ട് ഇങ്ങനെ ലോങ്ങൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ മറ്റ് ഡീസൽ വണ്ടികളൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴൊക്കെ നല്ല കട്ട പുക ഇങ്ങനെ തള്ളി വരുന്നത് കാണാം അല്ലേ. ഒരു പക്ഷേ മറ്റ് യാത്രക്കാർക്കൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടാവും. നമ്മുടെ ഗ്യാരേജിൽ നിന്ന് ഈ വണ്ടി എടുത്ത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചപ്പോൾ തന്നെ നമുക്കിത് കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കൺഫേം ആയി. അപ്പം ഞാൻ കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തന്നാലോ? വാ നോക്കാം. അപ്പം നമ്മുടെ ഈ റിഡ്സ് ഡീസലിൻ്റെ ടെർബോയിൽ നിന്ന് ഇൻ്റർകൂളറിലേക്ക് വരുന്ന ടെർബോയുടെ ഹോസാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കട്ടപ്പുക വരുന്നത്. ഈ കാണുന്ന ഈ റബ്ബർ ഹോസിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇത്രയും കട്ടപ്പുകയും മൈലേജ് ഷോട്ടും പെർഫോമൻസ് ലൈമയും ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അയച്ചിട്ട് സാധനം റീപ്ലേസ് ചെയ്യാം. ഈ സൈലൻസിൻ്റെ മുകളിൽ ടെർബോയിൽ നിന്നാണ് ഇത്രയും ഹൈ പ്രഷറിലും ടെമ്പറേച്ചറിലും ആയിട്ടുള്ള എയർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോസൊക്കെ ഡാമേജ് ആവാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഇൻ്റർകൂളറിൻ്റെ പൈപ്പിന് വരുന്നത് 1073 രൂപയാണ് ഈ റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കുകയാണ്. വണ്ടിയുടെ ഇപ്പോൾ ടോട്ടൽ പെർഫോമൻസും സ്മോക്കും എല്ലാ പ്രോബ്ലം മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഏകദേശം നമുക്ക് മൊത്തത്തിൽ കോസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ലേബർ ചാർജ് അടക്കി വരുന്നത് 1500 രൂപയുടെ അടുത്ത് നമുക്ക് ഇതിൻ്റെ ചാർജിന് മൊത്തത്തിൽ വന്നിട്ടുള്ളൂ കേട്ടോ. കസ്റ്റമർ ഹാപ്പിയാണ്. നമുക്ക് എന്തായാലും വണ്ടി ഡെലിവറി ചെയ്യാം.